ആലുവയിൽ AM ആരിഫിനെയും അങ്കമാലി സീറ്റ് ഏറ്റെടുത്ത് സാജു പോളിനെയും കളത്തിലിറക്കാൻ CPM നീക്കം. തൃക്കാക്കരയിലും പാലക്കാടും LDFന് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വന്നേക്കും. ജില്ലാ സെക്രട്ടേറിയറ്റുകളുടെ നിർദ്ദേശം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിഗണിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുകയാണ്. VV അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, നിർണായക സെക്രട്ടേറിയറ്റാണ് നടക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അത് ഇന്ന് തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ എത്രമാത്രം? സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകില്ല. പക്ഷേ നിർണായകമായ തീരുമാനങ്ങൾ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് സെക്രട്ടേറിയറ്റ് അംഗീകാരം നൽകിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ആലുവയിൽ AM ആരിഫ് CPMന്റെ സ്ഥാനാർത്ഥിയാകും. അദ്ദേഹം ആലപ്പുഴ നേതാവാണ്. പക്ഷേ അദ്ദേഹത്തെ എറണാകുളം ജില്ലയിലെ ആലുവ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്നലെ ശുപാർശ ചെയ്തിരുന്നു. ആ ശുപാർശ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുകയാണ്. ആലുവയിൽ AM ആരിഫ് തന്നെ മത്സരിക്കും. അങ്കമാലി സീറ്റ് സോഷ്യലിസ്റ്റ് നേതാവിൽ നിന്ന് ഏറ്റെടുക്കുകയാണ് CPM. അവിടെ സാജു പോൾ, പെരുമ്പാവൂർ മുൻ MLA സാജു പോളിനെ അവിടെ മത്സരിപ്പിക്കാനും സെക്രട്ടേറിയറ്റിന്റെ അനുമതി ലഭിച്ചിരിക്കുന്നു. തളിപ്പറമ്പിൽ PK ശ്യാമളയ്ക്കെതിരെ വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. അവരെ മാറ്റണമെന്ന പ്രാദേശികമായ വലിയ ആവശ്യങ്ങൾ വന്നിരുന്നു. പക്ഷേ അവരെ മാറ്റാൻ തീരുമാനമില്ല. അവിടെ ശ്യാമള തന്നെ തളിപ്പറമ്പിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ്, ജില്ലാ സെക്രട്ടേറിയറ്റുകൾ ചർച്ച ചെയ്ത് സംസ്ഥാന സെക്രട്ടറിക്ക് വന്ന പേരുകൾ അംഗീകരിച്ചിരിക്കുന്നു. തൃക്കാക്കരയിൽ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതാരെന്ന കാര്യത്തിൽ ഇനിയും കുറച്ചുകൂടി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇപ്പോൾ അവസാനിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്പലപ്പുഴയിൽ മാറ്റം ഉണ്ടാകില്ല. സുധാകരന്റെ വലിയ എതിർപ്പും പ്രതിഷേധവും ഒക്കെ ഉണ്ടെങ്കിലും അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയെ മാറ്റുന്ന കാര്യത്തിലേക്ക് CPM പോകുന്നില്ല. സുധാകരനെ പരസ്യമായി തള്ളിപ്പറയാനോ പ്രകോപിപ്പിക്കാനോ തയ്യാറല്ലെങ്കിൽ പോലും അവിടെ സ്ഥാനാർത്ഥിയെ മാറ്റേണ്ടെന്ന് തന്നെയാണ് CPM നിലപാട്. പൊളിറ്റിക്കലി വലിയ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണത്. സുധാകരൻ കോൺഗ്രസിന്റെ സ്വതന്ത്രനായി വന്നാലും, കോൺഗ്രസ് പിന്തുണയോടെ വന്നാലും അവിടെ പൊളിറ്റിക്കൽ വോട്ടുകൾ കൊണ്ട് വിജയിക്കാൻ കഴിയുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അത്തരമൊരു മാറ്റം ഉണ്ടാകില്ലെന്ന് CPM നേതാക്കൾ സൂചിപ്പിക്കുന്നു. അത് സെക്രട്ടേറിയറ്റിൽ ഉയർന്ന അഭിപ്രായവും അതുതന്നെയാണ്. അവിടെ കാര്യമായ ഒരു മാറ്റത്തിന് CPM തയ്യാറാകില്ല. സുധാകരനെ രാഷ്ട്രീയമായ ആ രീതിയിൽ നേരിടും. അതിനപ്പുറത്തേക്ക് അവിടെ സ്ഥാനാർത്ഥിയെ മാറ്റേണ്ട സാഹചര്യമില്ല എന്നാണ് CPM വിലയിരുത്തുന്നത്. ഈ മറ്റു മണ്ഡലങ്ങളിലെ കാര്യത്തിൽ പാലക്കാട് ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഉണ്ടാകും. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ കൊണ്ടുവരും. തൃക്കാക്കര ഒരു സ്ഥാനാർത്ഥിയുടെ പേരുമൊക്കെ നിർദ്ദേശിക്കപ്പെട്ടു. അതാരുന്ന കാര്യത്തിലൊക്കെ ഇനിയും കുറച്ചുകൂടി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. നേതാക്കൾ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. അല്പസമയം മുമ്പാണ് സെക്രട്ടേറിയറ്റ് അവസാനിച്ചത്. 15 16 സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. ഞായറോ തിങ്കളോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഒരു മണിക്കൂറിനുള്ളിൽ CPMന്റെ സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇറക്കുമെന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ ആന്റണി രാജുവിന്റെ പാർട്ടിക്ക് നൽകുമെന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടിയിരിക്കുന്നു. കോവളം സീറ്റ് ഏറ്റെടുക്കാൻ CPM ആലോചിക്കുന്നുണ്ട്. കോവളം ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിന്റെ സീറ്റാണ്. അവിടെ RJDയും ആ സീറ്റിൽ അവകാശവാദം ഉന്നയിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ സീറ്റ് CPM ഏറ്റെടുക്കും. അതിലും സെക്രട്ടറി യോഗത്തിൽ ധാരണയായിരിക്കണം. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കുറച്ചുകൂടി വ്യക്തമായി ലഭിക്കേണ്ടതുണ്ട്. രേണുക, ശരി. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.